ഒരുപക്ഷേ കൽക്കട്ടയെക്കാളിലും പൂനെയെക്കാളിലും ഇൻസ്റ്റിറ്റ്യൂട്ടുകളെക്കാളിലും ഒക്കെ മുംബൈ പോകുമായിരുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനായിരുന്നു ഇത്. അത് പിന്നെ താഴെ നിന്ന് വർക്ക് ചെയ്ത് മേളിൽ കൊണ്ടുവന്ന് ഒരു ടേക്ക് ഓഫ് സമയമായപ്പോഴാണ് ഈ പരിപാടി നടക്കുന്നത്. എനിക്കാണെങ്കിൽ ജയകുമാറിനെ പറ്റി വളരെ ഇഷ്ടവും ബഹുമാനവും ഉള്ള ആളാണ്. അദ്ദേഹം എന്തിനാണ് ഇങ്ങനെ പ്രോപ്പറായിട്ട് പഠിക്കാതെ വളരെ ഉദാസീനമായിട്ട് എഴുതിയ ഒരു റിപ്പോർട്ട്, അതിന് വളരെ ഹാംഫുള്ളായിട്ടുള്ള റിപ്പോർട്ട്. പടത്തിനോ എനിക്കോ അവാർഡ് തരരുതെന്ന് എഴുതി കൊടുത്തു. അത് വലിയ മണ്ടത്തരായിരുന്നു. അതെ വലിയ മണ്ടത്തരായിരുന്നു. കാരണം വളരെ മോശപ്പെട്ട പടങ്ങൾക്കെല്ലാം അവാർഡ് കൊടുത്തു. അടൂരിന് സമീപകാലത്തുണ്ടായ ഒരു വിഷമമുള്ള അനുഭവം കേരളത്തിൽ നമ്മുടെ KR നാരായൺ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലുണ്ടായ വിവാദങ്ങളും തർക്കങ്ങളും വളരെ വഷളായ രീതിയിൽ അത് കൊണ്ടുപോവുകയും അടൂരിനെ പോലെ ഒരാളെ പോലും ജാതിയും മതമൊക്കെ പറഞ്ഞ് സിനിമ കണ്ടിട്ടുണ്ടോ വർത്താനം പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ എന്തായാലും ആ സ്ഥാപനം ഇന്ന് ഏതാണ്ട് അവസാനിച്ച ഈ വിവാദത്തിന് ശേഷം സ്ഥാപനം ഏതാണ്ട് പൂർണ്ണമായിട്ടും ഒരു ഭരണശൈലിയിലായി കഴിഞ്ഞിരിക്കുന്നു. അവിടുത്തെ ഈ ഒരുപക്ഷേ കൽക്കട്ടയെക്കാളിലും പൂനെയെക്കാളിലും ഇൻസ്റ്റിറ്റ്യൂട്ടുകളെക്കാളിലും ഒക്കെ മുംബൈ പോകുമായിരുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനായിരുന്നു ഇത്. ആ ലെവലിലേക്ക് അത് കൊണ്ടുവന്നാണ് നമ്മൾ. കാരണം ശരിക്കുള്ള അധ്യാപകരോ ശരിക്കുള്ള പാഠ്യപദ്ധതികളോ ഒന്നും ഇല്ലാതിരുന്ന ഒരു സമയമാണ്. അത് പിന്നെ താഴെ നിന്ന് വർക്ക് ചെയ്ത് മേളിൽ കൊണ്ടുവന്ന് ഒരു ടേക്ക് ഓഫ് സമയമായപ്പോഴാണ് ഈ പരിപാടി നടക്കുന്നത്. അതെന്തിനായിരുന്നു ഞാൻ അവരോട് തന്നെ സംസാരിച്ചിട്ടുണ്ട്, ഇത് ചെയ്യരുത്, നിങ്ങൾ ഇതിൻ്റെ പേരിൽ സമരം ചെയ്യാനൊന്നും പോരെന്നൊക്കെ ഉപദേശിച്ചാണ്. പക്ഷെ അവരങ്ങോട്ട് തീരുമാനിച്ചങ്ങ് പോയി, ഇത്രേ ഉള്ളൂ. അതൊരു ദളിത് വിരുദ്ധ നിലപാടുകൾ സ്വീകരിച്ചു ശങ്കർ മോഹൻ എന്നുള്ളതായിരുന്നു അന്നത്തെ പ്രധാനപ്പെട്ട. ശങ്കർ മോഹൻ ഈ ദളിത് എന്ന് പറഞ്ഞ ഒരു പരിപാടിയോട് യാതൊരു ബന്ധവുമില്ല. പിന്നെ ശങ്കർ മോഹൻ എന്തിനാ ദളിത് ആവേണ്ട ആവശ്യം എന്താ? അത് ആദ്യമായിട്ട് ആലോചിക്കേണ്ടത്. അദ്ദേഹത്തിൻ്റെ അവിടെ പിന്നെ അവിടുത്തെ ആ സെലക്ഷനിൽ ഈ പറഞ്ഞ ഒരു വിദ്യാർത്ഥി എടുക്കാത്തതിൻ്റെ പ്രശ്നത്തിലാണ്. അയാൾക്ക് മാർക്കില്ലായിരുന്നു. ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡും വെളിയിൽ നിന്ന് വന്ന് എക്സ്പെർട്ടുണ്ട് ഈ സെലക്ഷനിൽ. രണ്ടുപേരോട് തീരുമാനിച്ചു, നമുക്ക് 50% കുറഞ്ഞ മാർക്ക് കിട്ടുന്നവരെ ആരും എടുക്കേണ്ടെന്ന് തീരുമാനിച്ചു. അപ്പോൾ അതിൽ 3-4 പേരെ വന്നുള്ളൂ. അപ്പോൾ ശങ്കരമോഹൻ പറഞ്ഞത് കുറയ്ക്ക് 45 അങ്ങനെ രണ്ടുപേരെയും കൂടെ എടുത്തു. അതിൻ്റെയും താഴെ ഒരാളുണ്ടായിരുന്നു. അയാൾ ബൈ ഷിയർ ആക്സിഡൻറ്റ് ഹി ഹാപ്പൻ ടു ബി പിന്നെ ഷെഡ്യൂൾ കാസ്റ്റിലുള്ള കാര്യം. അതിന് പ്രധാന കാരണക്കാരൻ ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡ് ഷെഡ്യൂൾ കാസ്റ്റുകാരനാണ്. ശരി. അയാൾ തന്നെയാണ് ഇതിൻ്റെ ചീഫ്. ഇതിൽ താഴോട്ട് മാർക്കുകൾ വരെ എടുക്കുന്നില്ല എന്ന് തീരുമാനിച്ചത്. ഇതെല്ലാം ബഹളമൊക്കെ ഉണ്ടായിട്ട് പുള്ളി മിണ്ടാതിരുന്നു. ശരി. അദ്ദേഹം മിണ്ടിയിട്ടില്ല. പക്ഷേ ഗവൺമെൻറ് ഒരു ഇങ്ങനല്ല ഇതിൻ്റെ സത്യം ഒന്ന് പറയണമല്ലോ, പറയണ്ടേ? അതെ, അത് മാത്രം. അതൊന്ന്. പിന്നെ രണ്ടാമത്തേത്, ഇതിന് അവിടുത്തെ ഈ പരീക്ഷ നടത്താനും കുട്ടികളെ സെലക്ട് ചെയ്യാനും ഒക്കെയുള്ള ആ ഒരു ചുമതല എന്ന് പറയുന്ന ഒരു LBS ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ പേരിലുള്ള ഒരു സ്ഥാപനമുണ്ട്. അവരാണ് അതിന് ചുമതല പിടിക്കുന്നത്. അതിന് ഇൻസ്റ്റിറ്റ്യൂട്ട് 10 ലക്ഷം രൂപ കൊടുക്കും ഈ സെലക്ഷൻ നടത്തി. ഇതുപോലെ പിന്നെ ജാതി തിരിച്ചിട്ടുള്ള പിന്നെ സെലക്ഷൻ അത് ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അവരത് ചെയ്തില്ല. അവർ സെലക്ഷൻ കഴിഞ്ഞ് ലിസ്റ്റ് കൊടുത്തു, അവരത് ചെയ്തില്ല. അവർക്ക് വിട്ടുപോയതാണ്. അങ്ങനെ പോകാൻ പാടില്ല. അതിന് കുറ്റവും ശങ്കരമോഹൻ്റെ തലയിൽ വന്നു. ശങ്കരമോഹൻ്റെ ജോലിയല്ലത്. ശങ്കരമോഹൻ എല്ലാ ജാതിയൊക്കെ തിരിച്ച് നോക്കുന്ന പണിയല്ലേ ഉള്ളത് ചെയ്യുന്നത്. ഈ തൂപ്പുകാരുടെ സ്ത്രീകളെ അതിലൊരാൾ പോലും, അതും പിന്നെ ഷെഡ്യൂൾ കാസ്റ്റുകാരാണ് തൂപ്പുകാരെന്ന് പറഞ്ഞിട്ടാണ്. ഒറ്റ ഒരാൾ പോലും ഷെഡ്യൂൾ കാസ്റ്റ് അല്ല. അവിടുത്തെ സ്ഥിരം ജോലിക്കാരും അല്ല അവർ ഡെയിലി വേജസിന് വരുന്ന ജോലിക്കാരാണ്. നാളെ വരണ്ടെന്ന് പറഞ്ഞാൽ ഇല്ല, അത്രേ ഉള്ളൂ. അവർക്ക് ദിവസം 4 മണിക്കൂറാണ്, രാവിലെ 8 മുതൽ 12 വരെയുള്ള സമയമാണ് ജോലി ചെയ്യാൻ കൊടുത്തിരിക്കുന്നത്. അതിൽ 1 മണിക്കൂറോ അരമണിക്കൂറെങ്കിലും കൂടുതൽ ജോലി ചെയ്താൽ അതിന് എക്സ്ട്രാ പൈസ കിട്ടും. അവരെ കൊണ്ട് രാത്രിയും പകലും ഇല്ലാത്ത വേലയാണെന്ന് പറയിപ്പിക്കുക. എന്നിട്ട് ഇത് ഇവിടുത്തെ ജോലിയുടെ മുകളിൽ കൂടെ പിന്നെ ഇവിടെ ശങ്കരമോഹൻ്റെ വീട്ടിൽ ജോലി ചെയ്യിച്ചു. പച്ചക്കള്ളം അത്. കാരണം ശങ്കരമോഹൻ്റെ വീട് ഗവൺമെൻറ് എടുത്തു കൊടുത്തിരിക്കുന്നതാണ്. അതിൻ്റെ പരിസരം വൃത്തിയാക്കുക എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ ചുമതലയാണ്. അതിന് അയാളുടെ നന്മ നോക്കുക. അയാളൊരു പിന്നെ ജോലിക്കാരോട് പറഞ്ഞ് നിങ്ങൾ ദിവസം വന്ന് ചെയ്യണ്ട, കാരണം 5-6 കിലോമീറ്റർ അകലെ കിട്ടണം. ഒരാൾ ആഴ്ചയിൽ 1 ദിവസം വന്ന് ഈ പരിസരം, പ്രത്യേകിച്ച് റബ്ബറിൻ്റെ ഇല വീണുകൊണ്ടിരിക്കുകയാണ്, അവിടെ പാമ്പ് കയറി കിടക്കണ്ട എന്ന് പറഞ്ഞിട്ടാണ് ഈ ഐഡിയ. അല്ലെങ്കിൽ അതും വേണ്ടെന്ന് പുള്ളി പറയത്തില്ലായിരുന്നു. എന്ന് മാത്രമല്ല, വീടിനകത്ത് പിന്നെ കക്കൂസിൽ കൈയിട്ട് കഴിയിച്ചു എന്നാണ് പറയുന്നത്. ആ ബാത്റൂമിൽ തന്നെ അവരെ കയറ്റിയിട്ടില്ല. ശരി. ബാത്റൂം കഴുകാൻ അവരെ കയറിയിട്ടേ ഇല്ല. ശരി. പിന്നെ വീട്ടിലെ കുക്കിങ്ങിന് കയറിയിട്ടില്ല. അഥവാ വല്ലതിനും വീട്ടിൽ കയറി വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സ്വന്തം താല്പര്യമായി. പക്ഷെ അവർ ചെയ്ത ഒരു കാര്യമുണ്ട്, അവരുടെ കയ്യിൽ നിന്ന് 1000 കണക്കിന് പൈസ കടം വാങ്ങിച്ചിട്ടുണ്ട്.
അത് ശരി. അപ്പോൾ കൊടുക്കണ്ടല്ലോ തിരിച്ച്. ഓ ശരി. ഇതിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് എടുത്ത ഒരു സമീപനം, പ്രത്യേകിച്ച് ഈ ഇപ്പോഴത്തെ LDF ഗവൺമെൻറ്റിൻ്റെ കാലത്താണ് ഉണ്ടായത്. അതിൽ പിന്നെ ഒരു അന്വേഷണ റിപ്പോർട്ട് കെ ജയകുമാർ IASൻ്റെ നേതൃത്വത്തിൽ, ആ റിപ്പോർട്ട് ശങ്കർ മോഹനെതിരായിരുന്നു എന്നാണുള്ള ഒരു ആ റിപ്പോർട്ടാണ് ഏറ്റവും അബദ്ധമായിരുന്നത്. കാരണം ആ വിഷയത്തെപ്പറ്റി തീരെ പഠിക്കാതെ, എനിക്കാണെങ്കിൽ ജയകുമാറിനെ പറ്റി വളരെ ഇഷ്ടവും ബഹുമാനമുള്ള ആളാണ്. വളരെ സമർത്ഥനായിട്ടുള്ള ഒരു അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്നു അദ്ദേഹം. എന്തിനാണ് ഇങ്ങനെ പ്രോപ്പറായിട്ട് പഠിക്കാതെ വളരെ ഉദാസീനമായിട്ട് എഴുതിയ ഒരു റിപ്പോർട്ട്, അതിന് വളരെ ഹാംഫുള്ളായിട്ടുള്ള റിപ്പോർട്ട് എന്തിനാണ് എഴുതിയത് എനിക്കറിഞ്ഞൂടാ. കാരണം ഡെയിലി വേജിന് അവിടെ എംപ്ലോയ് ചെയ്തവരെയാണ് ഇവർ സമയം ചിലവാക്കി അവർ ഇൻ്റർവ്യൂ ചെയ്യുന്നത്. അവർ മുമ്പ് ഒന്ന് കരഞ്ഞു കാണിക്കുക, അവിടുത്തെ കഷ്ടങ്ങളൊക്കെ പറഞ്ഞിട്ട്. അത് അവരതൊക്കെ നടികളാക്കി മാറ്റിയവർ ദിവസം TV-യിൽ പ്രത്യക്ഷപ്പെടുന്നു. അതെ, അയ്യോ എന്നോട് ഇങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞു. പച്ച കള്ളം. കാരണം അവർക്ക് കൊടുത്തിരിക്കുന്ന പ്രോമിസ്, അവരുടെ ഡെയിലി കൺഫർമേഷൻ, അവരെ ജോലി സ്ഥിരമാക്കാമെന്നും ശമ്പളം കൂട്ടിക്കൊടുക്കാമെന്നും ഒക്കെയാണ്. പക്ഷെ അതേസമയം ശങ്കർ മോഹൻ അവർക്കെല്ലാം ശമ്പളം കൂട്ടി കൊടുക്കുകയും ചെയ്തതാണ് നേരത്തെ. ഈ സമരം വരുന്നതിൻ്റെ തൊട്ട് ഒരു മാസം മുമ്പ് അവർക്കെല്ലാം വളരെ പ്രയാസപ്പെട്ട് ഗവൺമെൻറ്റുമായിട്ട് കറസ്പോണ്ടൻസ് നടത്തി ശമ്പളം കൂട്ടിക്കൊടുക്കുകയും ചെയ്തു. അതൊക്കെ ചെയ്ത ആളിനോട് അവർ പറയുന്നത് ഈ കള്ളം. ഈ റിപ്പോർട്ട് ഗവൺമെൻറ് സ്വീകരിക്കുകയാണ് ചെയ്തത്. ഗവൺമെൻറ് പിന്നെ ശരിക്കും പറഞ്ഞാൽ പിന്നെ ചീഫ് മിനിസ്റ്ററോട് ഇതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ ഞാനാ പ്രപ്പോസ് ചെയ്ത ഒരു എൻക്വയറി കമ്മിറ്റി വയ്ക്കണം മുഖ്യമന്ത്രിയുടെ അടുക്കൽ. അപ്പോൾ അദ്ദേഹം ഉടനെ ചോദിച്ചാൽ നമുക്ക് പിന്നെ ജയകുമാറായാലോ? ഞാൻ പറഞ്ഞു വളരെ നന്നായിരിക്കുന്നു. അത് ശരി. ഞാൻ കുറ്റക്കാരൻ. കാരണം എനിക്ക് ജയകുമാർ ഇങ്ങനെ ചെയ്യുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. അതെ, ഈ അന്ന് പിന്നെ ഒന്നാമത് ഒരു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയണം, ആദ്യം പഠിക്കണം. നിങ്ങൾ സിനിമ എടുത്തു കാണും, ഡോക്യുമെൻ്ററി എടുത്തു കാണും, ഒക്കെ ചെയ്തതാണ്. പക്ഷേ നിങ്ങൾ എങ്ങനെയാണ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് എങ്ങനെയാണ് റൺ ചെയ്യുന്നത്, എന്തിനു വേണ്ടിയാണ്, എങ്ങനെയാണ്, എന്താ പഠിപ്പിക്കേണ്ടത്, എങ്ങനെയാണ് പഠിപ്പിക്കേണ്ടത്, ഇതിനെപ്പറ്റി അറിയണം. അറിയാൻ ചുമ്മാ എന്തെങ്കിലും എഴുതി വിട്ടിട്ട് എന്താ കാര്യം? ഇതിലിപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ ബിന്ദു, സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ, ഇവരൊക്കെ ആയിരുന്നു അന്ന് തീരുമാനങ്ങൾ എടുത്തത്. എനിക്ക് തോന്നുന്നത് മുഖ്യമന്ത്രി വാസ്തവത്തിൽ ഇതിന് വ്യത്യസ്തമായൊരു നിലപാടാണ് ആദ്യം സ്വീകരിച്ചത്. അപ്പോൾ ഈ സർക്കാരിൽ ഈ പറഞ്ഞ പോലെ റിപ്പോർട്ട് അംഗീകരിക്കാൻ ഒരു കാരണമായത് ഈ മന്ത്രിമാർ വേണ്ട പോലെ പ്രവർത്തിച്ചില്ല എന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, അത് മന്ത്രി ഓഫീസിലുള്ളവർ പറഞ്ഞ പോലെയാണ് റിപ്പോർട്ട് എഴുതി കൊടുത്തിരിക്കുന്നത്. സ്റ്റാഫ് പറഞ്ഞു അത്. മന്ത്രിയെ ഉപദേശിക്കാൻ വേണ്ടി കുറേ ആളുകളുണ്ടല്ലോ അവിടെ. അവരുടെ ഉപദേശപ്രകാരമാണ് പിന്നെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കീഴിലായിരുന്നു. ഇതിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പക്ഷേ അടൂരുമായിട്ട് നേരിട്ട് ഇക്കാര്യത്തിൽ ഇടപെടുകയൊക്കെ ചെയ്തതാണല്ലോ, ചോദിക്കുകയൊക്കെ ചെയ്തു. അതെ, ഞാൻ പ്രപ്പോസ് ചെയ്താണ് ഈ കമ്മിറ്റിയെ തന്നെ. അല്ല, അതിനുശേഷം പിന്നെ ഇടപെട്ടിട്ടില്ല. ഞാൻ പിന്നെ അതിനുശേഷം ഞാനൊരു റിപ്പോർട്ട് എക്സ് ചെയർമാൻ്റെ ഒരു റിപ്പോർട്ട് അബൌട്ട് ദി ഹോൾ തിങ് ഒരെണ്ണം എഴുതി, ഡീറ്റെയിൽ ആയിട്ട് എഴുതി അദ്ദേഹത്തിനെ നേരിട്ട് കൊണ്ടുകൊടുത്തു. അതിൻ്റെ പിന്നെ രാജിവെച്ച് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ ഫോർവേഡിങ് ലെറ്ററിനകത്ത് ഒരു കാരണവശാലും അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് അവർ തരുന്ന റിപ്പോർട്ട് 1, 2, 3 എന്ന് പറഞ്ഞ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അവരെഴുതി കഴിഞ്ഞ പിന്നെ റിപ്പോർട്ടിൻ്റെ 1, 2, 3 അക്കം എഴുതി അതിൻ്റെ മറുപടി എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത് സർവാബദ്ധമാണ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. അതിനുശേഷം ഒന്നും ഉണ്ടായില്ല. ഞാൻ എഴുതി കൊടുത്തു. ഒരു കാരണവശാലും അവരുടെ റിപ്പോർട്ട് സ്വീകരിക്കരുതെന്ന് പറഞ്ഞ് എഴുതി കൊടുത്തില്ല. അവരെ നേരത്തെ സ്വീകരിച്ചു കഴിഞ്ഞു. അതെ, പക്ഷേ അത് റെക്കോർഡിൽ പോട്ടെന്ന് വിചാരിച്ചു. എന്നെങ്കിലും ഇത് എവിടെയെങ്കിലും ആരെങ്കിലും എടുത്ത് നോക്കുമല്ലോ. പിന്നെ എന്തെങ്കിലും നടപടി ഉണ്ടായോ മുഖ്യമന്ത്രിയുടെ? ഒന്നും ഉണ്ടായില്ല, എനിക്ക് എൻ്റെ അറിവിലില്ല. അന്ന് അദ്ദേഹം എന്നോടൊക്കെ പറഞ്ഞു ഇങ്ങനെ പിന്നെ റിസൈൻ ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോഴേ അത് എന്തിനാ അത് രണ്ടാമത് പരിഗണിച്ചുകൂടെയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇനി ആ ഇൻസ്റ്റിറ്റ്യൂട്ട് നന്നാവത്തില്ല. കാരണം ഒരു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ പ്രധാനപ്പെട്ട ഏത് കലയെ സംബന്ധിക്കുന്ന ഏത് സ്ഥാപനവും അവിടുത്തെ അധ്യാപകരാണ്. അധ്യാപകർ കൊള്ളുകയില്ലെങ്കിൽ പിന്നെ അവർ ശരിയാവത്തില്ല. അതിൻ്റെ ചെല്ലുന്ന സ്റ്റുഡൻ്റ് എന്ന് പറയുന്ന ആൾ ഈ അധ്യാപകനിൽ നിന്ന് വിജ്ഞാനം കിട്ടാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിയായിട്ടുള്ള ഒരാളായിരിക്കണം ചെല്ലുന്ന ആൾ. അല്ലാതെ അവരെ പോയി കൊങ്ങാക്കി പിടിക്കാൻ പോകുന്ന ആളാവരുത്. അത് എവിടെ നിന്ന് കിട്ടിയ സംസ്കാരം ചെയ്യാൻ വളരെ തെറ്റായ സംസ്കാരമാണ്. അതെ, ആ സ്ഥാപനത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെപ്പറ്റി വല്ലതും അറിയാമോ? ഞാൻ പക്ഷേ ശരിക്കും പറഞ്ഞാൽ അന്വേഷിക്കാറില്ല. കാരണം 3 വർഷം ഞാൻ ദിവസവും അവിടെ പോയിരുന്നില്ലെങ്കിൽ പോലും ഞാൻ ശങ്കരമോഹനും ഞാനുമായിട്ട് നിരന്തരമായിട്ട് പല കാര്യങ്ങളും ചർച്ച ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരുത്തിയും ഇമ്പ്രൂവ് ചെയ്തു അങ്ങനെയൊക്കെയാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. എൻ്റെ ഒത്തിരി സമയം അതിനുവേണ്ടി ഞാൻ കൊടുത്തിരുന്നത്.
പടം എടുക്കാത്തതിൻ്റെ ഒരു കാരണം അതായിരുന്നു. 3 വർഷം, അതെ അതെ. കൃത്യമായിട്ട് 3 വർഷം ഇതിനായിട്ട് പോയി. കാരണം നമ്മളൊരു ചുമതലയൊരു സ്ഥാപനത്തിൻ്റെ ചുമതലയിലിരിക്കുമ്പോൾ ഞാൻ എന്നെക്കൊണ്ട് എൻ്റെ അവിടെ സാന്നിധ്യം കൊണ്ട് എന്തെങ്കിലും ആ സ്ഥാപനത്തിന് ഗുണം ഉണ്ടാവണം. അതെ, അതിനുവേണ്ടിയായിരുന്നു. പക്ഷേ ഒരു സെൻറ്റർ ഓഫ് എക്സലൻസ് ആയിട്ട് മാറാവുമായിരുന്ന ഒരു സ്ഥാപനമാണ്. തീർച്ചയായിട്ടും അതൊരു ഗംഭീരമായിട്ട് പോകുമായിരുന്നു. അത് എത്രയോ കാലത്തെ ആഗ്രഹമായിരുന്നു കേരളത്തിലൊരു ഫിലിം അതെ ഇൻസ്റ്റിറ്റ്യൂട്ട് പോലെ വേണം. എനിക്കും താല്പര്യം. ഞാനവിടെ ഈ നേരത്തെ ഡോക്ടർ ജലീൽ ഇരുന്നപ്പോഴാണ് എന്നെ ഇതിനകത്ത് പിടിച്ചിട്ടത്. അപ്പോൾ ജലീലൊക്കെ പറഞ്ഞെങ്കിൽ ഞാൻ മാറി മാറി നിന്നിട്ട് പിന്നെ അവസാനം ഒരു പകുതി സമ്മതം പറയാൻ കാരണം ഈ പൂനെയിൽ ഇപ്പോൾ കുറേ കാലമായിട്ട് മലയാളി സ്റ്റുഡൻസിനെ എടുക്കുന്നില്ല. കാരണം മലയാളികളെന്ന് പറഞ്ഞാൽ ഉപദ്രവകാരികളാണ് എന്ന് അവിടുത്തെ അധ്യാപകരും അഡ്മിനിസ്ട്രേഷനും മനസ്സിലാക്കി. അതുകൊണ്ട് അവരെ എടുക്കേണ്ടെന്ന് നിയമമില്ല, അങ്ങനെ റൂളൊന്നുമില്ല. പക്ഷേ ഫലത്തിൽ അങ്ങനെയാണ്. അത് ശരിയല്ലല്ലോ, നമ്മുടെ കുട്ടികൾ പഠിക്കണ്ടേ, അവരും നല്ല ഇതുപോലെ വരണമല്ലോ എന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്യാൻ ഒക്കൊന്ന് ചെയ്യാം എന്ന് പറഞ്ഞിട്ടാണ് ഞാനിത് അക്സെപ്റ്റ് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ ഒന്നും ആവശ്യം അവർക്കില്ല. നമ്മളുടെ ഉപദേശങ്ങളോ നമ്മുടെ ഐഡിയാസോ ഒന്നും അവർക്ക് ആവശ്യമില്ല. അവർക്ക് ആവശ്യം ജാതി, അവിടുത്തെ അതിൻ്റെ ഭരണം, ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഭരണം. ഇപ്പോൾ അവരാ ഭരിക്കുന്നത് ഞാൻ കേട്ടു. അവിടെ ആരുമില്ല, ടീച്ചേഴ്സ് എല്ലാം വിട്ടു പോയിരിക്കുന്നു. അപ്പോൾ അല്ല എല്ലാവരും പോയി പഠിക്കുന്നത് എനിക്ക് അറിഞ്ഞൂടാ. എനിക്കൊരു വിഷമം തോന്നിയത്, നല്ല സ്റ്റുഡൻസിന് കഴിഞ്ഞ ബാച്ചിൽ ഞാൻ തന്നെ ഇരുന്ന് ചോദ്യവും പേപ്പറൊക്കെ ഉണ്ടാക്കി കൊടുത്ത് അത് നന്നായിട്ട് ആൻസർ ചെയ്യുന്നവരെ മാത്രം എടുത്താൽ മതി. കാരണം അവരെ എന്തെങ്കിലും ഒരു ആർട്ടിസ്റ്റിക്കായിട്ടൊരു ബെൻഡ് ഓഫ് മൈൻഡ് ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്, എന്തെങ്കിലും ക്രിയേറ്റിവിറ്റി ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ തന്നെ പ്രിപ്പയർ ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഇട്ടിട്ടാണ് കഴിഞ്ഞിടത്തെ ടെസ്റ്റ് നടത്തിയത്. അപ്പോൾ അവർക്ക് ആ സ്റ്റുഡൻസിനെ ഇൻ്റർവ്യൂ ചെയ്തപ്പം നല്ല സ്റ്റുഡൻസ് ആയിരുന്നു എന്ന് പൊതുവേ എല്ലാവർക്കും അഭിപ്രായം ഉണ്ടായിരുന്നു. നേരത്തെ ബാച്ചുകളിൽ വന്ന സ്റ്റുഡൻസിൻ്റെ കൂട്ടമല്ല ഇവർ, ദെയർ റിയലി ഗുഡ് എന്ന് പറയുമായിരുന്നു. കാരണം അത്രത്തിൽ പരസ്യം കൊടുത്തതുപോലും നമ്മുടെയൊക്കെ പേര് വെച്ചിട്ടാണ്. അതെ, അങ്ങനെയെങ്കിലും ആളുകൾ വരട്ടെന്ന് വെച്ചാൽ അവിടെ കൊള്ളാവുന്ന സ്റ്റുഡൻസ് അപ്ലൈ ചെയ്യുന്നില്ലായിരുന്നു. വേറെ എവിടെയൊക്കെ ഇവിടേക്ക് അപ്ലൈ ചെയ്തിട്ട് കിട്ടാത്തവരായിരുന്നു. എന്നാൽ പിന്നെ കേരള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകുന്നത് വലിയ കഷ്ടമായി ഇപ്പോൾ എന്തായാലും. അല്ല, ഇതുപോലെ ഒരു സ്ഥാപനം നന്നാവണമെങ്കിൽ പഠിക്കാൻ വരുന്നവർ തങ്ങൾ പഠിക്കാനായിട്ടാണ് വന്നിരിക്കുന്നത്, ഭരിക്കാനായിട്ടല്ല എന്നുള്ളത് നമ്മൾ പറഞ്ഞു കൊടുത്താലെങ്കിലും മനസ്സിലാക്കണം. അതെന്തൊരു സാധ്യതയാണ് ഇല്ലാതായി പോയത്. അതെ അതെ, കഷ്ടമായിപ്പോയി, വളരെ കഷ്ടമായിപ്പോയി. എനിക്ക് കുറച്ചു കാലത്തെ പറ്റി അധികം ആ ഒരു പ്രയാസത്തിന് പുറത്തു വരാൻ ഇച്ചിരി സമയം എടുക്കും. കാരണം നമ്മൾ പേഴ്സണൽ ഇൻവോൾവ്മെൻറ്റ് വളരെ തീർച്ചയായിട്ടും അത് വലിയ, മാത്രമല്ല അതൊരു വഷളായ ആരോപണങ്ങളും ഒക്കെയാണ് വന്ന് വളരെ മോശമായിട്ടുള്ളത്. എന്ന് മാത്രമല്ല, ഞാനവിടെ ചെല്ലുമ്പോൾ 6 വർഷമായി അപ്പോഴും ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങി. സ്ത്രീ വിരുദ്ധൻ, ദളിത് വിരുദ്ധൻ, അതെ 6 വർഷമായി ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയിട്ട്. അതിലൊരു ഈ ഷെഡ്യൂൾ കാസ്റ്റിനോ OBCക്കോ ഉള്ള ഒറ്റ ഒരാൾക്ക് പോലുമുള്ള ഇത് കൊടുത്തിരുന്നില്ല. എന്താണ് എഡ്യൂക്കേഷണൽ ഗ്രാൻറ്റ് കൊടുത്തിരുന്നില്ല. ഞാൻ ചെന്ന് AK ബാലൻ്റെ അടുക്കൽ വഴക്കുണ്ടാക്കി, അയാളുടെ വഴക്കുണ്ടാക്കി വെച്ചാൽ ഭയങ്കരമായിട്ട് വഴക്കുണ്ടാക്കി, വളരെ ഭയങ്കരമായിട്ട് ക്രിട്ടിസൈസ് കൊണ്ട് എഴുത്തുകൾ എഴുതി ഒക്കെയാണ് ഞാൻ അവസാനം അങ്ങനെ കൊണ്ട് സമ്മതിപ്പിച്ചത്. ഒരു ബാച്ച് ഇറങ്ങി കഴിഞ്ഞപ്പോൾ, ഒരു ഫസ്റ്റ് ബാച്ച് ഇറങ്ങി. അപ്പോൾ അവസാനം പറഞ്ഞു ബാക്കിയുള്ളവർക്കൊക്കെ കൊടുക്കാം, പക്ഷേ പൈസ ഇല്ല ഗവൺമെൻറ്റിൽ എന്നൊക്കെ പറഞ്ഞതല്ല, നിങ്ങളുടെ ചുമതലയിൽ നിങ്ങൾ പുറകോട്ട് പോയിരിക്കുകയാണ്, ഇത് പറ്റത്തില്ല എന്ന് പറഞ്ഞ് നിർബന്ധിച്ചു. നിങ്ങൾക്ക് എന്നോട് എന്തോ ഒരു പരിഗണന ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെ അത് സാങ്ഷൻ ആയത്. പക്ഷേ അത് പറഞ്ഞ് പുറത്ത് പോയവർക്ക് കൊടുക്കാൻ പ്രൊവിഷൻ ഇല്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് പറ്റത്തില്ല. ശരി, അവരെവിടുന്നോ കടം വാങ്ങിച്ചാണ് ഈ ഇല്ലാത്തവർക്ക് കൊടുക്കാൻ വേണ്ടി, അവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ളതാണല്ലോ ഈ ഗ്രാൻറ്റ്, അവരെ വിളിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു. സാറ് പറഞ്ഞോട് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് ശരി. എന്ന് മാത്രമല്ല, അങ്ങനെ ഒരു നന്മയുണ്ട്. അങ്ങനെ എനിക്കൊരു എഴുത്തെഴുതി അത് കഴിഞ്ഞിട്ട്, സാറ് ഞങ്ങളുടെ ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ചെയ്ത സേവനത്തിന് പ്രത്യേകം താല്പര്യത്തിന് പ്രത്യേകം നന്ദി പറയുന്നത്. ഒരാളുടെ നന്മയത് തീർച്ചയായും എന്തിനാ പറയേണ്ടത്. അതെ. അപ്പോൾ അപ്പോഴാണ് എനിക്കെതിരെ ആരോപണം ഞാൻ അവർക്കെതിരെ. എന്നിട്ട് ഓരോരുത്തരും 1 ലക്ഷം, 1.5 ലക്ഷം, 2 ലക്ഷം ഒക്കെ വാങ്ങിയവരുണ്ട്. ശരി. ഒരുത്തരും ഒരു താങ്ക്സോ, വേർഡ് ഓഫ് താങ്ക്സോ, ഒരു സ്മൈൽ പോലും ഇല്ല, ഒരുത്തരും ഇല്ല. അധിക്ഷേപം കിട്ടുകയും ചെയ്തു. അധിക്ഷേപമാണ് ഭയങ്കര കിട്ടുന്നത്. വല്ലാത്ത സ്ഥിതിയായി. ഒരു സ്ഥാപനം എങ്ങനെ നശിപ്പിക്കാന്നുള്ളതിന്റെ ഇതിൽ കൂടുതൽ വിദഗ്ധമായിട്ട് ചെയ്യാൻ നോക്കുക. അതാണ്. മാത്രമല്ല അടൂർ സാധാരണ സ്വന്തം ഈ ക്രിയാത്മകമായിട്ടുള്ള പ്രവർത്തനങ്ങൾ മുഴുകി ഇതുപോലത്തെ സ്ഥാപനങ്ങളുടെ ഒന്നും ഉത്തരവാദിത്വം എടുക്കാത്തിരുന്നൊരാളാണ്. അപ്പം നിർബന്ധിച്ചെടുത്ത് കഴിഞ്ഞപ്പോഴാണ് പറ്റിപ്പോയി. ഇല്ല, 2 തവണ എനിക്ക് പറ്റി, ഒരു തവണയല്ല. നേരത്തെ ഇവിടെ പിന്നെ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായിട്ടിരുന്നത്. ആ സമയം ഞാൻ പിന്നെ മന്ത്രിയായിട്ട് വഴക്കാണ്,
കൂടിയാണ് പിരിഞ്ഞത്. അത് മുഞ്ചാണ്ടിയുടെ അല്ലല്ല, അന്ന് ഉമ്മൻചാണ്ടി അല്ല, അന്ന് പിന്നെ ആൻ്റണിയാണ് ചീഫ് മിനിസ്റ്റർ. ശരി. ഞാൻ അന്ന് ആൻ്റണിയോട് പറഞ്ഞു, നിങ്ങൾ ഈ വകുപ്പ് ഏറ്റെടുക്കുകയാണെങ്കിൽ ഞാൻ ഇരിക്കാം. അതിപ്പോൾ മറ്റേയാൾ പറഞ്ഞില്ലയോ അതില്ലയോ ഓക്കെ. ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞാൻ ഇരിക്കത്തില്ല, ഇത് പരിഗണിക്കണം എന്നൊക്കെ പറഞ്ഞാൽ റിസിഗ്നേഷൻ കൊണ്ട് കൊടുത്തു. സാംസ്കാരിക മന്ത്രിയായിട്ടായിരുന്നു അന്നത്തെ വഴക്ക്. നമ്മളെ പിന്നെ മരിച്ചുപോയില്ലേ, പിന്നെ കാർത്തികേയൻ തർക്കം വന്നത്. സർക്കാരുമായിട്ടുള്ള ഒരു പരിപാടി നല്ലതല്ല. ഇല്ല, കൈ പൊള്ളിയിട്ടേ ഉള്ളൂ എപ്പോഴും. എപ്പോഴും നമുക്ക് നമ്മുടെ കാര്യം നോക്കിയാൽ മതി. അതൊരു പേഴ്സണൽ, അന്ന് ആ സമയത്ത് അതൊരു വലിയ പേഴ്സണലായിട്ടും വലിയ വിഷമമൊക്കെ ഉണ്ടാക്കിയ ഒരു അനുഭവമായിരുന്നു അത്. പിന്നെ അതൊക്കെ മറന്നു അല്ലേ? പേഴ്സണലായിട്ടും വിഷമമായിരുന്നു. കാരണം എന്ന് മാത്രമല്ല, ഞാൻ അന്ന് എൻ്റെ പടത്തിന് എനിക്ക് പടത്തിനോ എനിക്കോ അവാർഡ് തരരുതെന്ന് എഴുതി കൊടുത്തു. അത് വലിയ മണ്ടത്തരായിരുന്നു. അതെ, വലിയ മണ്ടത്തരായിരുന്നു. കാരണം വളരെ മോശപ്പെട്ട പടങ്ങൾക്കല്ല അവാർഡ് കൊടുത്തു. അപ്പോൾ ജൂറി ഇരുന്നവർക്ക് ഈ പടത്തിൽ കൊടുക്കണമെന്ന് ഷോക്കിയല്ല, ഇയാൾ എഴുതി കൊടുത്തിരിക്കല്ല, വേണ്ട. ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങളും ഞാൻ കാണിച്ചു. അതെ, അപ്പം നല്ല സിനിമയ്ക്കെതിരായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. ഇന്റർഏലിയ. അതെ.